നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ തേങ്ങ കൊത്തിയിട്ട ചിക്കൻ കറിയാക്കാൻ വേണ്ടി 2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതിനാവശ്യമായി 4 സവോള കഴുകി വൃത്തിയാക്കി വെച്ചു. അത് നീളത്തിൽ അരിയുന്നതാണ് അടുത്ത പരിപാടി. നമ്മൾ അതെല്ലാം നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ച് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ ഒരു 3 പച്ചമുളകും കീറി. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് നമ്മൾ ഉരുളി തീയെ വെച്ചു. ഉരുളിയിലാണ് നമ്മൾ കറിയാക്കുന്നത്. ഉരുളി നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലും എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്ത് കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം സവോള വളരെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. സവോള എല്ലാം നല്ല രീതിയിൽ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു മുറി തേങ്ങ എടുക്കുക. ഒരു മുറി ഫുള്ള് വേണ്ട, ഒരു 4-5 കൊത്ത് തേങ്ങ നമ്മളിതുപോലെ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്തെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല എന്നിവ ചേർത്ത് അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം. മസാലയെല്ലാം സവോളയിലിട്ട് ഇറങ്ങി പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നതാണ് ഉചിതം. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ വെള്ളം എല്ലാം വാർന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായി പെറുക്കി ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നു. അതായത് ഈ മസാലയെല്ലാം ഈ ചിക്കനകത്തോട്ട് ഇറങ്ങിപ്പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മുടെ ഈ ഇളക്കിലാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, നിങ്ങളുടെ ചാറിൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മൾ അധികം ചാറാക്കുന്നില്ല, അതുകൊണ്ടൊരു 2 ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിച്ചപ്പും കൂടെ അതിനകത്തോട്ട് വിതറി ഈ ചിക്കൻ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമും പിന്നെ ഹൈ ഫ്ലെയിമും വെച്ച് നല്ലതുപോലെ ചിക്കൻ വേവിച്ചെടുക്കുക. കുക്കറിൽ ചിക്കൻ വേവിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ അതിന് കുറച്ച് കളറും രുചിയും എല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ വേറൊരു പാൻ തീയെ വെച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ഒന്ന് മൂപ്പിച്ച് അതിനകത്തോട്ട് ഇടണം. അപ്പോൾ എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ ആ കറിക്ക് നല്ല ടേസ്റ്റും അതുപോലെ നല്ല തിക്നെസ്സും ഉണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലപോലെ വറുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കും. അത് ചേർക്കുമ്പോൾ തന്നെ കറിയുടെ ഒരു തിക്നെസ്സും അതുപോലെ കളറും എല്ലാം മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതേ പാനിലൊഴിച്ച് നമ്മൾ കുറച്ച് എണ്ണയൊഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. തേങ്ങാക്കൊത്തെല്ലാം ഇട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആയതിനു ശേഷം അതും കൂടെ നമ്മൾ ഈ ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ചിക്കൻ്റെ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല രസകരവുമാണ്, ടേസ്റ്റുമുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചപ്പാത്തിയും പൊറോട്ടയും ചോറിൻ്റെ എല്ലാം കൂടെ